തിരുവനന്തപുരം കൈതമുക്കിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നു. തഹസിൽദാറാണ് പൊളിക്കാൻ ഉത്തരവിട്ടത്. കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞ ദിവസം ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തയ്യാറായില്ല. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, എവിടം വരെയായി നടപടികൾ? അഖില, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ കഴിയും. ഇപ്പോൾ ഈ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് പ്രധാനമായും ഈ കെട്ടിടം വളരെയധികം പഴക്കം ചേർന്നൊരു കെട്ടിടമായിരുന്നു. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ വഴി പോയിരുന്ന ഒരു വ്യക്തിക്ക് ഈ കെട്ടിടത്തിൽ നിന്നുള്ള ഒരു ഓട് വീണ് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് നാട്ടുകാരാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ്, ഇത് എത്രയും പെട്ടെന്ന് പൊളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർക്ക് അടക്കം പരാതി കൊടുത്തത്. തുടർന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഇന്നാണ് ഉത്തരവിട്ടത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരമാണ് ഇപ്പോൾ ഉത്തരവിട്ടുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇത്തരത്തിൽ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഈ കെട്ടിടത്തിൽ ആരും താമസമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉടമയെ വിവരമറിയിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് തഹസിൽദാർ ഉത്തരവിടുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരം ഇന്ന് രാത്രി തന്നെ ഈ കെട്ടിടം പൊളിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വഞ്ചൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ്. അതിനോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഴ ജില്ലയിലും സംസ്ഥാനത്തുടനീളവും മഴ കണക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടം അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റുന്നത്. ഇനി ഏകദേശം ഒരു മണിക്കൂറിലോ 2 മണിക്കൂറിലോ ഈ പൊളിച്ചു നീക്കൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. അഖില, ഈ ഉപയോഗശൂന്യമായ കെട്ടിടം തന്നെയാണോ ഇത്? അഖില, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വീടായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ആരും താമസമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാട്ടുകാർ പരാതി നൽകിയത്. കാരണം ഇവിടെ ആരും താമസമില്ല. അതിനെ തുടർന്ന് ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം. ഓടടക്കം വച്ചിട്ടുള്ള ഒരു പഴയ വീടാണിത്. ആയതിനാൽ തന്നെ ഇത് ഇവിടെ താമസമില്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ഉടമസ്ഥനെ ഈ വിവരം അറിയിക്കുകയും അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടം കൈതമുക്കിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുകയാണ്. തഹസിൽദാറാണ് പൊളിക്കാൻ ഉത്തരവിട്ടത്. കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞ ദിവസം ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അതിന് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാത്രി തന്നെ ഇത് പൊളിക്കാനുള്ള എന്താ സംഭവം? കാരണം ഇത് ഒരാഴ്ച കൊണ്ട് ഇതിങ്ങനെ കെട്ടിടം ഇങ്ങനെ മലന്ന് റോഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയ അപകടമാണ്. അത് കാരണം നമ്മൾ വില്ലേജ് ഓഫീസിൽ അറിയിച്ചു, ഫയർഫോഴ്സിനെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു, ഒരു തഹസിൽദാരെ അറിയിച്ചു. തഹസിൽദാറിൻ്റെ അവിടെ എനിക്കറിയാൻ കിട്ടിയത് ഇതിൻ്റെ ഉടയന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പൊളിക്കാൻ വേണ്ടി. അപ്പം ഉടയനെ വിളിച്ചിട്ട് ഉടയൻ ഒരിക്കലും വന്നുമില്ല, പൊളിക്കുന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ മെനഞ്ഞാൽ ഈ വീട്ടിലുള്ള 2 ദിവസത്തെ മഴ അറിയാമല്ലോ, വളരെയധികം ഇങ്ങനെ പുറന്ന് ബാക്കിലോട്ട് മുമ്പോട്ട് വന്നു, റോഡിലോട്ട് വന്നു. അത് കാരണം പോലീസിനെ അപ്പം തന്നെ വിളിച്ച് ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു അപകടം സംഭവിക്കും. നല്ല തിരക്കുള്ള റോഡാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഉച്ചയ്ക്കായിരുന്നാലും ഭയങ്കര ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് ഈ കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസ് റോഡ്. അത് അപ്പോഴപ്പോൾ വെടിക്കുന്ന ഓരോ പടപടപട സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വീഴുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെയാണ് പോലീസിനെ വിളിച്ചതും വില്ലേജ് ഓഫീസർ അറിയിച്ചതും. വില്ലേജ് ഓഫീസർ നിർദ്ദേശം തന്നു, എന്തുകൊണ്ടും അത് അപകടം ആർക്കും ഉണ്ടാവരുത്, നിങ്ങൾ അതിന് വേണ്ടുന്ന. അതെ, അങ്ങനെയല്ല. അയാൾക്ക് പൊളിച്ചിട്ട് ഇതിൻ്റെ മറവിൽ എന്തോ ഇത് അനധികൃതമായിട്ട് കെട്ടിയെടുക്കണം അയാൾക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കെട്ടാൻ അനുവാദം എനിക്ക് തരാൻ പറ്റില്ല, അത് കോർപ്പറേഷനാണ് തരേണ്ടത്. നിങ്ങൾ തഹസിൽദാറാണ് പൊളിക്കാൻ ഉത്തരവിട്ടത്. അവിടെ നിന്നുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.